നമസ്കാരം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അവിടെയൊക്കെ കണ്ടന്റ് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ട് പരിചയമുള്ള ഒരു മുഖം ഇന്നലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു. ഫിലിപ്പ് മമ്പാട് എന്നാണ് പേര്. ആ പേര് പലർക്കും പരിചിതമായിരിക്കും, ആ മുഖവും പരിചിതമായിരിക്കും. ഈ പറയുന്ന പുള്ളിക്കാരൻ ഒരു പോലീസുകാരനായിരുന്നു. റിട്ടയർ അല്ല, ഒരു VRS എടുത്തതിന് ശേഷം, വോളണ്ടറി റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന് കൂട്ടത്തിൽ തന്നെ സൈക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഇൻവോൾവ് ചെയ്തിരുന്നു എന്ന് ഇന്നലെ ഉണ്ടായിരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലായി. ഇന്നലെ ഒരു ഈ പറയുന്ന പത്രമാധ്യമങ്ങളൊക്കെ തന്നെയും ആഘോഷിച്ചിട്ടുള്ളൊരു വാർത്തയാണിത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഈ ഇത്തരത്തിലൊരു പ്രതിയായി, അതല്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ പ്രതിയായി ഒരു കുട്ടിയെ പുറത്തെവിടെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു, അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ പുറത്താണ് കേസ് വന്നിട്ടുള്ളത്. അതിൻ്റെ നാൾ വഴികൾ, പിന്നെ ഇയാളുടെ ജീവചരിത്രം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നലെയൊക്കെ തന്നെയും മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിതിൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഫിലിപ്പ് മമ്പാട് ഇത് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാടാണ്. അതൊരു പക്ഷേ ഇയാളുടെ മോട്ടിവേഷണൽ സ്പീച്ചുകൾ കണ്ടിട്ടോ, അതല്ലെങ്കിൽ മറ്റു പല കാരണം അയാളെ വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും, അയാളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ളൊരു വലിയ വിഭാഗം ആളുകൾ ഈ ഫിലിപ്പ് മമ്പാട് അത് ചെയ്യില്ലെന്നും, മറിച്ച് ഈ ലഹരിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരെ പോരാടുന്നത് കൊണ്ട് ഒരുക്കിയിട്ടുള്ള ഒരു കെണിയാണ്, അങ്ങനെയുള്ള തരത്തിലുള്ള കുറേ ഗൂഢാലോചന സിദ്ധാന്തക്കാരൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ നേരെ തിരിച്ച് മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട്, എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ നൽകി നടക്കുന്ന ആളുകൾ കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോയി പെടും. ഇവന്മാർക്കൊക്കെ ഇത്തരത്തിലൊരു മുഖം കൂടെ ഉണ്ട് എന്ന് പറയുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പോൾ ഈ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിന് എല്ലാത്തിൻ്റെയും ഒരു രണ്ട് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവരുടെ പക്ഷത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിന് ഇത്തരത്തിലുള്ളൊരു ആരോപണം വരികയും, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ആവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ഒരു സാഹചര്യത്തിലും ആളുകൾ പോക്സോ കേസ് ഫേക്കാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത് അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനം ഇതിന് നടത്തുന്നുണ്ട്. ഇത് ശരിക്കും അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇത് ശരിക്കും ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻകാല ചരിത്രത്തിൽ പോക്സോ കേസുകൾ പലതും എന്താ പറയുക, ആളുകൾ അറസ്റ്റിലാവുകയും ജാമ്യമില്ലാതെ അകത്ത് കിടക്കുകയും, പിന്നീട് ഈ ഇര തന്നെ വന്നിട്ട് ഇത് ഞങ്ങൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്, കാമുകനെ രക്ഷിക്കാൻ പറഞ്ഞതാണ് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ മലയാളികൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു പോക്സോ കേസ് വരുമ്പോഴേക്കും, അതല്ലെങ്കിൽ ഒരു പ്രമുഖനായ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു പോപ്പുലറായ വ്യക്തിക്കെതിരെ ഒരു പോക്സോ കേസ് വരുമ്പോഴേക്കും ഇതൊരു പകപോക്കലിൻ്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ കുടുക്കിയതാണ്, ചതിയാണ്, ഫോൾസ് ആണ് എന്ന തരത്തിലൊക്കെയുള്ള വാദങ്ങൾ വരുന്നത് അതിൻ്റെ പുറത്താണ്. ശരിക്ക് നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു നിയമമുണ്ട്. ഈ പീഡനത്തിനിരയായിട്ടുള്ള വ്യക്തിയുടെ ഇരയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ലീഡ് ചെയ്യുന്ന തരത്തിൽ പോലും ഒരു സാധനവും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ നമുക്ക് വ്യക്തികൾക്കും പറ്റില്ല, മാധ്യമങ്ങൾക്കും പറ്റില്ല, പേരങ്ങനെ പറയാൻ പാടില്ല. അത് മറ്റൊരു കേസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒഫൻസാണ്. ഒരു പീഡന കേസിലെ ഒരു ഇരയുടെ പേര് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ശരിക്ക് ഈ സാധനം ഇരയ്ക്ക് മാത്രമല്ല, ഈ പറയുന്ന അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾക്കും കൂടെ വേണമെന്നുള്ളതാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് നോക്കിയ സമയത്ത്, ഞാൻ വെറുതെ റാൻഡമായിട്ട് എടുത്ത് നോക്കിയപ്പോൾ സമയത്ത് ഫോൾസ് പോക്സോ കേസസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ അടിച്ചിട്ട് ഗൂഗിളിൽ ഒരു സെർച്ച് കീ കൊടുത്തിട്ട് ന്യൂസ് എന്ന് പറയുന്ന ടാബ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയധികം കേസുകളാണ്. അതും സുപ്രീം കോടതി വരെ എത്തിയ കേസുകൾ പലതും ഫോൾസ് ആയിട്ടുള്ളത്. പിന്നെ 8 വർഷം ജയിലിൽ കിടന്നിട്ട് ഫോൾസ് ആണ്, അല്ലെങ്കിൽ പിന്നീട് ആ പറയുന്ന മൈനർ തന്നെ വന്നിട്ട് ഇത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ കേസുകൾ. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്തൊരു വളരെ ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്ന് അയാൾ പിന്നീട് അക്യൂച്ചിൽ കിട്ടിയ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയധികം നമ്പർ ഓഫ് കേസസ് ആണ് ഈ പോക്സോ റിലേറ്റഡ് ഫോൾസ് കേസസ് വരുന്നത്. പിന്നെ മറ്റൊരു കണക്ക് നോക്കിയപ്പോൾ കണ്ടതാണ്, ഒരു 2020 വർഷത്തിൽ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിൽ വലിയൊരു 8% കേസുകൾ ഫോൾസ് ആണ്. അതായത് റേപ്പ് കേസുകൾ, ഞാൻ പോക്സോ അല്ല പറയുന്നത്, റേപ്പ് കേസുകൾ 8%, 30,000-ന് മുകളിൽ റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 8% ഫോൾസ് കേസുകളാണെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ 8% ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 8 മാസം ജയിലിൽ കിടന്ന, 8 വർഷം ജയിലിൽ കിടന്ന ഇനിയിപ്പോൾ ഫിലിപ്പ് മമ്പാട് ആരും ആവട്ടെ, ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ എതിരെയും ഈ ഫോൾസ് കേസുകൾ വന്നിട്ടുള്ളത്, അലിഗേഷൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്, ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ആ 8 മാസത്തിനടുത്തെങ്ങാണ്ട് ജയിലിൽ കടന്നിട്ടുള്ള ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മലയാളി ആയിട്ടുള്ള ഒരു വയോധികൻ തന്നെ
അദ്ദേഹം ആ പെൺകുട്ടിയോട് ക്ഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, അത് അങ്ങനെ ചെയ്തു പോയി എന്നുള്ള രീതിക്ക് വളരെ നിസ്സഹായനാണ്. അല്ലാതെ ഇത് പകരം വീട്ടുന്ന ഒരു സംഗതി അല്ലല്ലോ. പകരം വീട്ടിയത് കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടവും തിരിച്ചു കിട്ടില്ല. അയാൾ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും, സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും, മറ്റ് പലതരത്തിൽ അയാൾ ഈ പറയുന്ന ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനൊന്നും പോരാതെ ഒരു പോക്സോ കേസ് പറഞ്ഞ് ജയിലിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നതൊക്കെ തന്നെയും സത്യമാണെന്നാണ് പലപ്പോഴും പറയുന്നത്. അതായത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് ശേഷം ജയിലിലേക്ക് ചെല്ലുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ക്വാഡൊക്കെ ജയിലുകളിലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പീഡനങ്ങൾ, മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ, ഇതിന് പുറമെ ഈ സമൂഹത്തിൻ്റെ ട്രയൽ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ തന്നെയും അവർ അതിജീവിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടി അവർ ശിക്ഷ അനുഭവിക്കുകയാണ്. നിയമം കൊടുക്കുന്ന ശിക്ഷ മാത്രമല്ല, മറിച്ച് അതിന് പുറമെ സമൂഹം നൽകുന്ന ഒരു ശിക്ഷ കൂടെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റം ഏറ്റവും അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഒരു അക്യൂസ്ഡ് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയെയും സമൂഹത്തിനോ അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ നമ്മൾ ഇരയെ സംരക്ഷിച്ച് പിടിക്കുന്നത്, അതായത് അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത്, അയാളുടെ ഐഡൻറ്റിറ്റിക്ക് ലീഡ് ചെയ്യുന്ന ഒന്നും തന്നെ പറയരുത് എന്ന് ഏത് സ്ട്രിക്റ്റ് മനോഭാവത്തോട് കൂടിയിട്ടാണോ ഇവിടുത്തെ സർക്കാരുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്, നിയമങ്ങൾ മൂലമാണ് ഇതൊക്കെ തന്നെയും സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ രീതിക്ക് തന്നെ ഈ പറയുന്ന അക്യൂസ്ഡിൻ്റെ റൈറ്റ്സും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഞാനിതൊരിക്കലും ഒരു ഹീനമായിട്ടുള്ള ക്രൈം ചെയ്ത അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം അല്ലെങ്കിൽ അയാളുടെ അവകാശങ്ങളെ മാനിക്കണം എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം പറയുന്ന കാര്യമല്ല. നമ്മുടെ ഒരു ശിക്ഷാരീതി അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജസ്റ്റിസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സാധനം നിൽക്കുന്നത് ഇപ്പോൾ 1000 അപരാധികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊക്കെ പറയുന്ന ആപ്തവാക്യത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസ് സിസ്റ്റമാണ് നമ്മുടേത്. സോ അത്തരത്തിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഫിലിപ്പ് മമ്പാട് തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളതിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുള്ള ആളല്ല. കാരണം അതിൻ്റെ കാര്യങ്ങളോ കഥകളോ നമുക്കറിയില്ല. ഈ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആളുകൾ ചേരി തിരിഞ്ഞ് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ തെറ്റ് ചെയ്യില്ല, പോക്സോ കേസുകളൊക്കെ ഫേക്കാണ്, കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതാണ്, ആ കുട്ടിക്ക് മാനസികപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ ജഡ്ജ് ചെയ്യുകയും ട്രയൽ ചെയ്യുകയും വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഐഡൻറ്റിറ്റി പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഐഡൻറ്റിറ്റി പുറത്തു വിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ ഇത് ഒരു മാധ്യമ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കുക, അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ആരും തന്നെ ഈ സമൂഹത്തിൻ്റെ നന്മയെ കരുതിയിട്ടൊന്നും അല്ല ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ TRP അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 4 ആൾ കൂടുതൽ കാണാനുണ്ടാവും, അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു താല്പര്യം ആളുകൾക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു മലയാളികളുടെ അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസിനെയൊക്കെ തന്നെയും മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ സമൂഹത്തിൽ എന്തോ ഒരു ഉന്നതി വരുത്താൻ വേണ്ടിയിട്ട് എന്നുള്ള നിലയ്ക്കല്ല. സോ ഇത്തരത്തിൽ ഇരയെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സംരക്ഷിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മീൻസ് ആ ഒരു പേരും അയാളുടെ ഐഡൻറ്റിറ്റിയും കുറച്ച് കാലത്തേക്കെങ്കിലും, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം വിചാരണ കാലയളവ് വിചാരണ തീർന്നൊരു ശിക്ഷ പ്രഖ്യാപിക്കുന്നത് വരെയെങ്കിലും സീക്രട്ടായി വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു എന്താ പറയുക, സമൂഹം എന്നുള്ള നിലയ്ക്ക്, മീൻസ് ഒരു ഉന്നതി നേടിയിട്ടുള്ള സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഒരു ഫോൾസ് കേസുകൾ അത്യധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മമാരും കൊടുക്കുന്ന കേസുകൾ, ഇപ്പോൾ അതുപോലെ തന്നെ കാമുകനും കാമുകിയും തമ്മിലുള്ള ഇതിൽ ഇപ്പോൾ 17 വയസ്സായ പെൺകുട്ടിയെ ഒരു 21കാരൻ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഈ 21കാരനെതിരെ പോക്സോ കേസ് വരും. അപ്പോൾ ഒരു പിതാവിനോ മാതാവിനോ അത്തരത്തിലൊരു പരാതി കൊടുത്ത് മകളുടെ ഒരു സമ്മതത്തോടു കൂടി അത്തരത്തിലൊരു കേസ് കൊണ്ടുപോകാൻ പറ്റും. ഈ പറയുന്ന പയ്യൻ്റെ ഭാവി ഇല്ലാതായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, കോൺസിക്വൻസസ് ഈ പോക്സോ കേസിൻ്റെ ഒരു മിസ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ശരിക്ക് സർക്കാരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം നടത്തണം. ഏറ്റവും കുറഞ്ഞ പക്ഷം വിചാരണ കോടതിയുടെ വിധി വരും വരെ. ഈ പോക്സോ കേസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മിക്കതും എല്ലാം ഫാസ്റ്റ് ട്രാക്ക് കോടതികളിലാണ് വിധി വരുന്നത്. അതായത് ഇപ്പോൾ ദീർഘകാലം, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ നടിയെ ആക്രമിച്ച കേസ് വർഷങ്ങളോളം എടുത്തൊരു വിധി വരാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒന്നും അല്ല. പോക്സോ കേസുകളിലൊക്കെ തന്നെയും അതിവേഗ വിചാരണ കോടതികളാണ് വിധി പറയുന്നത്. പെട്ടെന്ന് ഇതിൻ്റെ തീരുമാനം വരും, ശിക്ഷാ കാര്യങ്ങളൊക്കെ തന്നെയും വരും. കാരണം ഇതിൽ ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല. കൂടുതലും ഈ കുട്ടിയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ തന്നെയും നിൽക്കുന്നൊരു കേസാണ് ആ ഒരു സാധനത്തിൽ നിൽക്കുന്നതാണ് ഈ പോക്സോ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് വിധി വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാലം ഈ പറയുന്ന പ്രതിയെ നമുക്ക് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ ആ ഒരു മാനസികാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഒരു ഫേക്ക് കേസ് കൊണ്ട്, അത്തരത്തിലുള്ളൊരു അലിഗേഷൻ കൊണ്ട് തകർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ നമുക്ക് മുന്നിലുണ്ട് എന്നിരിക്കുകയാണ്
ഞാൻ ഇത്തരത്തിലൊരു ഒപ്പീനിയൻ കൊണ്ട് വന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിട്ട് ഹർജിയോ മറ്റു കാര്യങ്ങളോ ഹൈക്കോടതിയിലേക്കോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും. കാരണം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കോൺസിക്വൻസസ്. ചിലപ്പോൾ കോടതികളെടുത്ത് മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയിക്കോളാൻ പറയും, ചിലപ്പോൾ നമുക്ക് ഫൈനും കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക്കുകളൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു റിസർച്ച് നടത്തുന്നുണ്ട്, ഇതിൻ്റെ സാധ്യത എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേവലം ഈ പറയുന്ന ഇരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അതേ സാധനം തന്നെ അല്ലെങ്കിൽ ഒരു നിയമം മൂലമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ആളുകൾക്ക് പേടിയുള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പേടിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇരകളുടെ പേരോ ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് സാധനങ്ങളോ ഒന്നും തന്നെ നമുക്ക് മുന്നിലെത്താത്തത്. അപ്പോൾ അതേ സാധനം തന്നെ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അക്യൂസ്ഡിനെ ഒരു വിചാരണ കോടതി വിധി വരെയെങ്കിലും അയാളുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന ചതിയിലൂടെ പെടുന്ന അല്ലെങ്കിൽ ഫോൾസ് അലിഗേഷൻസിൽ പെട്ടിട്ട് ഇതിൽ സഫർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ തന്നെയും അതൊരു ആശ്വാസമായിരിക്കും. അവർക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷേ അവരുടെ സർക്കിളിലെങ്കിലും ഒതുങ്ങി അവരുടെ മാനക്കേട് നിന്നോളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുക. അയാൾ ചെയ്തോ ചെയ്തില്ലേ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അയാൾ ആലോചിച്ചൊക്കെ കേരളം മൊത്തം അയാളെ ആഘോഷിച്ചു എന്നുള്ളതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അയാൾ പീഡന കേസിൽ പെട്ടു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. ആ മുഖം അയാൾ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണ പോലെയാണ് അയാളിപ്പോൾ നിൽക്കുന്നത് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ. അപ്പോൾ ഇനി അയാൾക്കൊരു തിരിച്ചു വരവ്, ഇപ്പോൾ ഇതിലൊരു അക്യൂറ്റൽ കിട്ടിയാലും ചിലപ്പോൾ എല്ലാ മനുഷ്യർക്കും തിരിച്ചു വരാൻ പറ്റിക്കോളുന്നില്ല. ചിലരൊക്കെ തിരിച്ചു വരും, പക്ഷെ ഒരു അക്യൂറ്റൽ കിട്ടിയാലും തിരിച്ചു വന്നോളുന്നില്ല. അത്രയും തളർന്നു പോകും. എല്ലാ മനുഷ്യന്മാർക്കും ഈ പറയുന്ന വിൽ പവർ ഒന്നും ഉണ്ടായിക്കോളുന്നില്ലല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ശരിക്ക് ഒരു പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു കുറ്റം ആരോപിക്കപ്പെടുക എന്നുള്ളത് ആർക്കെതിരെയും പെട്ടെന്ന് ഏത് കാലത്തും വരാവുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് എഴുതിയിട്ട് ഈ പറയുന്ന പോക്സോ എടുത്തു കളയാനോ SC/ST അട്രോസിറ്റീസ് ആക്ട് എടുത്ത് കളയാനോ അതല്ലെങ്കിൽ മറ്റ് റേപ്പുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് VNS എന്ന് എടുത്ത് കളയാനോ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോൾസ് യൂസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും കൂടെയും അതുപോലെ തന്നെ അക്യൂസ്ഡിൻ്റെ ഒക്കെ തന്നെയും പ്രൈവസിയും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കുന്ന തരത്തിലും കൂടെ ഉള്ള നിർമ്മാണങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പൊതുജന ആവശ്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനം തന്നെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മേലെ ഇരിക്കുന്ന തിരുമനസ്സിന് ബോധ്യപ്പെടണം. തിരുമനസ്സെന്ന് പറയപ്പെടുന്നത് ജഡ്ജിമാർക്ക് ബോധ്യപ്പെടണം. അപ്പോഴാണ് ഒരു പ്രതി കുറ്റവാളിയാവുന്നത്. അല്ലാത്ത പക്ഷം എപ്പോഴും അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സംശയലേശമന്യേ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതികതകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകളിൽ നിന്ന് അഴിച്ചിട്ടാണ് ഈ പോക്സോയായിട്ട് ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധികളും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നിൽക്കുന്നത്. സോ അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പോക്സോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്യൂസേഷൻസ് വരുന്ന അക്യൂസറുകൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പിടിച്ചു പറിച്ചു, മോഷ്ടിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിക്കൊന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്ന് പറയുന്ന സാധനം കണക്കാക്കുന്നത്. സോ അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത ആളെ പിന്നീട് എങ്ങനെയാണ് സമൂഹം സ്വീകരിക്കാറുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു തവണ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ചെയ്യപ്പെട്ടിട്ട് ഫിലിപ്പ് മമ്പാട് നാളെ അക്യൂറ്റൽ നേടിയിട്ടുണ്ടെങ്കിൽ അയാൾ നാളെ ഒരു കോളം ന്യൂസ് കൊണ്ട് ഇതാ എന്നെ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടോ, ഇതാണ് വാർത്ത എന്ന് പറഞ്ഞ് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പേരൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് അയാളുമായിട്ട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ ആളുകളിങ്ങനെ ചേരി തിരിഞ്ഞ് ഇതിനെ ഫോൾസ് കേസുകളാണ്, പോക്സോ പകരം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന തരത്തിൽ നിരന്തരം പറയുന്നത് കേട്ടിട്ടുള്ള ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും. അനുകൂലമായ വിധി നേടുമെന്നറിയില്ല. കാരണം കോടതികൾക്ക് നിയമം നിർമ്മിക്കാൻ വേണ്ടി പറ്റില്ല. അതെപ്പോഴും പറയുന്ന നിയമനിർമ്മാണ സഭകളുടെയും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെയും ഒക്കെ തന്നെയും അധികാരപരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സാധനം കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു, സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കാണാറുണ്ടല്ലോ. അത് ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ വാദത്തിലൊരു കഴമ്പുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് കോടതികൾ ചെയ്യുന്ന കാര്യമാണത്. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനപ്പുറം മറ്റൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പറയാം. എനിക്കിതിലങ്ങനെ എൻ്റെ ഒപ്പീനിയൻ ഒരു ഇരുമ്പുലൊക്കെയാണെന്നുള്ള വാദമൊന്നും എനിക്ക് ഈ വിഷയത്തിലില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് എൻ്റെ കാഴ്ചപ്പാടുകളിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഡെഫിനറ്റായിട്ട് ഞാൻ തിരുത്തുന്നതായിരിക്കും. താങ്ക് യു.